പാണ്ടിക്കാട് കുഞ്ഞാന്റെ കള്ളക്കളികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമ്മൾ കഴിഞ്ഞ വട്ടം ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും അതിന്റെ ഒരു അലയൊഴുക്കുകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. അതിനുശേഷം നിരവധി വീഡിയോകളുമായിട്ട് റിയാക്ഷൻ വീഡിയോസുമായിട്ട് പ്രമുഖ യൂട്യൂബേഴ്സ് രംഗത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞാനും പല ന്യായീകരണ മെഡിക്കൽ വീഡിയോസുമായിട്ട് രംഗത്ത് വരുന്നു. പക്ഷെ ഒറ്റ മനുഷ്യൻ പോലും കുഞ്ഞാൻ പാണ്ടിക്കാടിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ അദ്ദേഹത്തിനെ തള്ളി പറയുന്ന കാലമാണ്. കാരണം ഈ കുഞ്ഞാൻ അയാളുടെ തന്നെ യൂട്യൂബിലേക്ക് പല വീഡിയോസും ഇടുമ്പോഴത്തേക്ക് അതിന് താഴെ വരുന്ന മെജോറിറ്റി കമന്റ്സും കുഞ്ഞാനെതിരെ ഉള്ളതാണ്. അതെ, എത്ര ശ്രമിച്ചിട്ടും എത്ര ന്യായീകരിച്ച് എത്ര ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിച്ചിട്ടും ആൾക്കാരും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല എന്നൊരു ലെവലിൽ തന്നെയാണ് കാര്യങ്ങൾ ഒരു പോക്ക്. അയാൾ കുറേ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. ഈ പറയുന്ന 1ാം സമ്മാനം എന്ന് അദ്ദേഹം പറയുന്ന സാപ്പിയെയും അതോടൊപ്പം 2ാം സമ്മാനം അടിച്ച ഈ പറയുന്ന അൻവറിനെയും ഈ വ്യക്തി സ്വന്തം ചാനലിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ, കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കുന്നു, വീടിന്റെ സ്കെച്ച് കാണിക്കുന്നു. അതുപോലെ സാപ്പി വീട് കിട്ടിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിർത്തി ചോദിക്കുന്നുണ്ട്, ക്രോസ് ചെക്ക് ചെയ്തു, നീ അങ്ങനെ പറഞ്ഞായിരുന്നോ? അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതെല്ലാം അറുത്തു മുറിച്ചിടുന്നതാണ് എന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല, വീട്ടിലേക്ക് 1ാം സമ്മാനം അടിച്ച വീട്ടിലേക്ക് വരാൻ ധൃതിയൊന്നുമില്ല. അപ്പൊ അവർക്ക് എന്തോ ലോൺ, ഈ പറഞ്ഞ നാസർ എന്നല്ലേ പുള്ളിയുടെ പേര്, നാസറിന് എന്തോ ലോണൊക്കെ ശരിയാകാനുണ്ട്, അതിനുശേഷം നിങ്ങൾ ഇറങ്ങി തന്നാൽ മതി എന്ന ലെവലിലേക്കാണ് ഈ സാപ്പി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എത്ര വിശാല ഹൃദയരായിട്ടുള്ള ആൾക്കാരല്ലേ നറുക്കെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം ഇയാളുടെ തന്നെ വോയിസ് ലീക്കായെന്നും പറഞ്ഞ് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസറിന്റെ ഉമ്മ തന്നെ ഏതാണ്ട് 100 ടിക്കറ്റോളം എടുത്തിട്ടുണ്ട്. അതായത് നാസറിന്റെ ബന്ധുക്കൾ തന്നെ 500 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളറിയാം, നമ്മളിപ്പോൾ ഏതെങ്കിലും ജുവല്ലറിയോ ഏതെങ്കിലും ഒരു നറുക്കെടുപ്പ് കമ്പനികളിലോ നമ്മൾ ഇടുവാണെങ്കിൽ ഞാൻ എപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ മനോരമ പത്രത്തിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ കൂപ്പൺ ഉണ്ടല്ലോ, കൂപ്പൺ നമ്മുടെ തമ്പോല പണ്ടത്തൊക്കെ തമ്പോലയായിരുന്നു അതിനകത്ത്. അപ്പൊ ഞാൻ ആ ചോദ്യം ഞാൻ എന്റെ മുതിർന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ മനോരമയിലെ ജീവനക്കാരുടെ ബന്ധുക്കളോ ആരും തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു നിഷ്കർഷം എപ്പോഴും മനോരമ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻ അതിപ്പോ ഭീമ ആയാലും ഇപ്പം ജോയാലുക്കാസ് ആയാലും അതല്ല മൈജി ആയാലും എല്ലാവരും അങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെക്കും. നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫിലെ ബന്ധുക്കളോ ആരും തന്നെ ഇതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. അതാണ് ഒരു നറുക്കെടുപ്പിന്റെ യഥാർത്ഥ സംഭവം. ട്രാൻസ്പെറൻസി അങ്ങനെ വേണം. ഇവരെന്തർത്ഥത്തിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്? ഈ പറയുന്ന സാപ്പി ആദ്യം ഓൺലൈനിൽ ഫ്രണ്ട്സിന് വേണ്ടി 4 കൂപ്പൺ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് 10-32 കൂപ്പണുകൾ എടുക്കുന്നു. അതിൽ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മറ്റേ സ്ക്രിപ്റ്റ് വെച്ച് പോലും ഇതിനേക്കാളും മനോഹരമായിട്ട് എനിക്ക് നമ്മുടെ രേണുസുതി അഭിനയിക്കുമെന്ന് തോന്നുന്നു. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് രേണുസുതി നമ്മൾ പ്രത്യേകം മനുഷ്യർ. കാരണം അത്രയ്ക്കും മ്ലേച്ഛകരമായ മുഖത്തോടു കൂടിയാണ് ഈ സാപ്പിയാക്കാനകത്ത് നിൽക്കുന്നത്. എന്ന് പറയുന്ന ഡാഷ്ബോർഡിൽ വെച്ചിട്ട് നറുക്കെടുപ്പ് വിളിക്കുമ്പോൾ മാത്രമാണ് അത് പുറത്തേക്ക് എടുത്ത് നോക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ആ നറുക്കെടുപ്പ് ഇവർ ലൈവായിട്ട് കാണിച്ചതാണ് ഇതെല്ലാം പൊളിയാൻ കാരണം ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കടന്ന് കക്കാവായിരുന്ന പോലെയാണോ നറുക്കെടുക്കുന്നത്? ശരിക്കും പറഞ്ഞ പോലെ ഒരു ഉടായ്പ് കാണിച്ചു. എന്നാൽ അതിന് അന്തസ്സായിട്ട് ഉടായ്പ് കാണിച്ചെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ വല്ല തട്ടുമുട്ടും ഇല്ലാണ്ട് പോകായിരുന്നു. എന്തായാലും കള്ളത്തരം കാണിക്കാനായിട്ട് ഉറപ്പിച്ച് വലിയ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൃത്യമായിട്ടൊരു സ്റ്റേജിലായിട്ടൊരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ കുഞ്ഞാൻ്റെ ഇതിന് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് നടത്തേണ്ടിയിരുന്നു. ഈ തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമൊക്കെ ആൾക്കാർ കാണാണ്ട് ഒരു മാജിക് ട്രിക്ക് ഒക്കെ നടക്കുന്ന കണ്ടിട്ടില്ല. അതേപോലെ വളരെ കൈയടക്കത്തോടു കൂടി ഈ തട്ടിപ്പ് നടത്താനായിട്ട് കുഞ്ഞാൻ പഠിക്കണമായിരുന്നു. അത് പഠിക്കാത്തിടത്തോളം ഇത് ലൈവ് പോയി ഏറിപ്പോയി, കുഞ്ഞാനും ഏറിപ്പോയി. കണ്ട ആൾക്കാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. അതിനുശേഷം ഇനി കുഞ്ഞാൻ ചങ്ക് തുറന്ന് കാണിച്ചു കഴിഞ്ഞാലും ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം ആൾക്കാരുടെ മുന്നിൽ അവർ വളരെ വ്യക്തമായിട്ട് കണ്ട കാര്യമാണ്. ശാരിക പറഞ്ഞ പോലെ ഈ കക്ക എടുക്കാൻ പോകുന്ന കണക്കല്ലല്ലോ നമ്മൾ സമ്മാന കൂപ്പൺ എടുക്കുക. അവർക്ക് ആർക്ക് കിട്ടിയാലും സന്തോഷം. അതൊരു ശരിയായിട്ടുള്ള കോൺടെസ്റ്റ് ആണെങ്കിൽ ആർക്ക് സമ്മാനം കിട്ടിയാലും അവർക്ക് സന്തോഷം. മിക്സ് ചെയ്ത് എടുക്കുക, ഒരു കൂപ്പൺ എടുക്കുക, കാര്യം കഴിയുന്നു. ഏതാണ്ട് 8-10 സെക്കൻഡാണ് ഏതോ ഒരു കൂപ്പണ് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല 2ാമത്തെ കൂപ്പൺ എടുത്തും അതേ പാറ്റേണിൽ തന്നെ. നാസർ എടുത്തതും അതേ പാറ്റേണിൽ തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് വേണേൽ പറയാം ഇത് ഇവിടെ സ്റ്റൈൽ ആയിരിക്കും എന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു. കുഞ്ഞാന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് പറയായിരുന്നു. എന്തായാലും ഇതിനുശേഷം ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോഴും തൻ്റെ സൈഡ് ക്ലിയർ ആക്കാനായിട്ട് കുഞ്ഞാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രധാനമായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ, ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ വ്യക്തിക്കാണല്ലോ ഈ വീടും അല്ലെങ്കിൽ മറ്റു ലോണുകളും ബാധ്യതകളും ഒക്കെ കാരണം ഈ സമ്മാനം ഈ ലക്കി കോൺടെസ്റ്റ് നടത്താൻ തീരുമാനിച്ച വ്യക്തിയാണ് നാസർ. അയാൾ കൊണ്ടുവരുന്ന ഒരു സെലിബ്രിറ്റി ആണ്, ഇതിന്റെ റീച്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ KL ബിജു ബ്രോയും അതേ കണക്ക് തന്നെ ഈ ഒരു കുഞ്ഞാൻ പാണ്ടിക്കാടും ഒക്കെ. എന്തായാലും ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യയിൽ അയാൾക്ക് അൻവർ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഈ അൻവർ തന്നെ ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നു. അതായത് എനിക്ക് എൻ്റെ ഉപ്പ നാസറുമായിട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് യാതൊരു ബന്ധവുമില്ല. വളരെ വികാരധനായിട്ടാണ് പറയുന്നത്. എൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല, ഞങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ്. എൻ്റെ കല്യാണത്തിന് മാത്രമാണ് പിന്നെ ഇത്രയും കൊല്ലത്തിന് ശേഷം ഞാൻ ആ വ്യക്തിയെ മുഖാമുഖം കാണുന്നത് എന്നും അൻവർ പറയുന്നുണ്ട്. പക്ഷേ അൻവർ പറയുന്ന ചില കാര്യങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന മലയാളികൾക്ക് ഒരാൾക്കും ദഹിക്കുന്ന കാര്യമല്ല.
ഇത്രയധികം അദ്ദേഹം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തൻ്റെ ഉമ്മയെ ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം കാണുകയാണ്. ഉപ്പ വലിയ കടക്കിണിയിലാണ്, ഈ ലക്കി കണ്ടസ്റ്റ് നടത്തുന്നുണ്ട്, ഒരു കൂപ്പൺ 1000 രൂപ വെച്ചിട്ട് കൂപ്പണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പയെ സഹായിക്കാനായിട്ട് ഈ പറയുന്ന അൻവറും ഒരു 10-13 ടിക്കറ്റ് എടുത്തു. അതെ, നല്ല മക്കളാണ്. ഈ പറഞ്ഞ കണക്ക് ഒരു പരിധിവരെ പോട്ടെ, അത്ര വിശാല ഹൃദയനാണെന്ന് നമുക്ക് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. ഒരർത്ഥത്തിൽ പോട്ടെ, അൻവറിന്റെ നല്ല മനസ്സെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങ് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ കൂട്ടുകാരെയും കൺവിൻസ് ചെയ്യുകയാണ്, എൻ്റെ ഉപ്പാക്ക് ഇങ്ങനെ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെയാണെന്ന് അൻവർ പറയുന്നില്ല കേട്ടോ. എന്നാലും കൺവിൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതായിരിക്കണമല്ലോ പറയേണ്ടത്. അങ്ങനെ ബാംഗ്ലൂരിലുള്ള കൂട്ടുകാർക്കടക്കം ഈ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് എനിക്കൊന്ന് 37 ടിക്കറ്റോളം ഈ അൻവർ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കുഞ്ഞാനും നാസറിന്റെയും ഈ കള്ളക്കളി പൊളിയാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം, 1ാം സമ്മാനം അടിക്കുന്നത് യാദർശികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ കുഞ്ഞാന്റെയോ അല്ലെങ്കിൽ നാസറിന്റെയോ ഒക്കെ ബന്ധുവിനൊക്കെയാണെങ്കിൽ നമുക്ക് അപ്പോട്ടെ യാദർശികമായിട്ട് പറ്റിയതായിരിക്കാം. 2ാം സമ്മാനവും 3ാം സമ്മാനവും പ്രധാനപ്പെട്ട എല്ലാ സമ്മാനങ്ങളും അടിച്ചിരിക്കുന്നത് ഈ പറയുന്ന നാസറുമായിട്ട് ബന്ധമുള്ള വ്യക്തികളോ കുടുംബക്കാരോ കൂട്ടുകാരോ ഒക്കെയാണ്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കള്ളത്തരം എന്ന് പറയുന്നത്. കാരണം ഈ നറുക്കെടുപ്പ് പോലും, അപ്പൊ അതിനകത്ത് ഒരു 2-3 വ്ളോഗേഴ്സിൽ ഒരു സജഷൻ അവർ പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞ സജഷനാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്ന ഒരു കാര്യം ചെയ്യും, താങ്കൾക്ക് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ നറുക്കെടുപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്യാം, ഒന്നേന്ന് അങ്ങ് തുടങ്ങാം. അപ്പൊ എന്തായാലും ഇത്രയും ജനങ്ങൾ ഇതിനകത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതിലെ മെയിൻ വിഷയം. ഏതാണ്ട് 19,000 ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആലോചിച്ച് നോക്കും, 1000 രൂപ 80,000 ടിക്കറ്റ് പോയിട്ടുണ്ട്. അതായത് ഈ നാസറിന്റെ വീടിന്റെ ഇരട്ടി വിലയുള്ളതും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുമായിട്ടുള്ള ഒരു അടുത്ത വീട് വെക്കാവുന്ന പരുവത്തിന് പൈസ അവരുടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പൈസക്ക് എങ്ങോട്ടാണ് പോകുന്നത്? സത്യത്തിൽ പറഞ്ഞാൽ ഇതിലെ ഇഡി അന്വേഷണം ആവശ്യം വേണ്ടി വരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഒരു വീഡിയോ കണ്ടോ മനസ്സിലാക്കിയത്, കൂർഗിലെയൊക്കെ ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട രീതി അത്. കടബാധ്യതയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, എങ്ങനെയെങ്കിലും ആ കടം വീട്ടി, ഒരു ജപ്തി വന്നു, നമ്മുടെ വീട് ജപ്തി ആവാറായി, നമ്മൾ ആ കടം വീട്ടാനായിട്ട് മാക്സിമം നോക്കും. ഇല്ലെങ്കിൽ ഒരു ഗതിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ ആ ജപ്തി നടക്കട്ടെ, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു വാടക വീടെടുത്തെങ്കിലും മാറാം എന്ന് ചിന്തിക്കും. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അസറ്റ് വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ചിന്ത. ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് നടത്താം. അപ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ കണക്ക് അടിക്കുന്ന ടിക്കറ്റ് എത്രയാന്നുള്ള കാര്യത്തിൽ ഒരു കണക്കില്ലല്ലോ. നമുക്കിപ്പോൾ 1,00,000 രൂപയുടെ ബാധ്യതയാണ് ഉണ്ടെങ്കിൽ ഒരു 10 കോടിയുടെ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാലും ചോദിക്കാനും പറയാൻ ആരുമില്ല. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ 1000 രൂപയ്ക്ക് എനിക്ക് ഒരു കോടിയുടെ വീട് കിട്ടുമെന്നുള്ള കാര്യം മാത്രമാണ് അവർ ചിന്തിക്കുക. നമ്മുടെ ആ ഒരു ചിന്താഗതി, ഇപ്പം എന്താ പറയുക, നമ്മുടെ ആ ഒരു ലോല ചിന്താഗതികളെയാണ് ഇവർ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു സംഭവം അല്ല, ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരാവട്ടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ പല ചാനലുകളും ഈ സ്കാമിനെ കുറിച്ച് ഇങ്ങനെ ഘോരം വിമർശിക്കുന്നു. ചില നല്ല യൂട്യൂബേഴ്സ് ഒക്കെ ഇത് കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് ഇത് ഭയങ്കര കള്ളത്തരമാണ്, ഇതിൽ നിങ്ങൾ കൂട്ടു നിൽക്കുന്നതിൽ വീടിരുന്ന് പലവട്ടം പറഞ്ഞിട്ടാണ് ഈ വീണിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും വീട് മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടാവും, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അന്നും എന്നും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു തത്വമുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നതിന് മാത്രമേ ശരിക്കും കൃത്യമായിട്ട് അവസാനം വരെ നല്ല രീതിക്ക് പോകാൻ പറ്റില്ല. ആരെയൊക്കെ നമ്മൾ ഈസി ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നുവോ അതിലും വേഗത്തിൽ നമ്മുടെ നഷ്ടപ്പെടുന്നത്. ഞാനും കേട്ടിട്ടുണ്ട് ഈ ലോട്ടറി അടിക്കുന്ന ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗ്യക്കുറി അടിക്കുന്ന ആൾക്കാർ, കേരള ലോട്ടറി ഒക്കെ അടിക്കുന്ന ആൾക്കാർ 12ഉം 20ഉം അല്ലെങ്കിൽ 10ഉം ഒക്കെ കോടി അടിക്കുന്ന ആൾക്കാർ പിന്നീട് ഭയങ്കര ദരിദ്രരായി മാറുന്നു. നേരത്തെ ഉള്ളതിനേക്കാളും പിന്നീട് അതിനേക്കാളും മാരക അവസ്ഥയിൽ മാറുന്നു എന്ന് പറഞ്ഞ് പല സ്റ്റോറികൾ യൂട്യൂബിൽ കാണാറ്. അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക? അപ്പൊ ഇതൊരു എന്താ പറയുന്നത്, ഒരു നശിച്ച പണം കൂടെയാണ് ഈ ചൂതാട്ടത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ലോട്ടറിയിലൂടെ കിട്ടുന്ന പണങ്ങളൊക്കെ. അത് എത്ര നമ്മൾ വിവേകപൂർവ്വം ഉപയോഗിച്ചാലും നമ്മുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ വിയർപ്പിന്റെ ഒരു ഫലം എന്നത്തില്ല. മറിച്ച് അധ്വാനം പ്ലസ് ഭാഗ്യം. ഇപ്പൊ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ നോക്കാൻ, അതല്ല അധ്വാനമുണ്ട്. നല്ല രീതിയിൽ അധ്വാനിക്കണം, നല്ല രീതിയിൽ ഷോർട്സ് ചെയ്യണം, നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം, നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യണം, നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് വൈറലാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചിലപ്പോൾ അതിന് കിട്ടും. അതൊരു ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. അതിൽ 70% നമ്മുടെ വിയർപ്പുണ്ട്, 70% ഉണ്ട്. ബാക്കി 30%മാണ് യൂട്യൂബ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ വൈറലായി പോകുന്നത് കണ്ടന്റ്. അതൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ള പണങ്ങളെ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ എന്നും കോടീശ്വരമായിട്ട് ജീവിക്കുന്നുള്ളൂ. നമ്മുടെയൊക്കെ വെറും ഒരു വിദ്യാധാരണയാണ്, ഒരു സുപ്രാതി പൊട്ടിമുളച്ചാണ് ഈ കോടീശ്വരന്മാരെന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്ന സിനിമാക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ 40 വർഷമായിട്ട് കിടന്ന് അധ്വാനിക്കുന്നു, 60 വർഷമായി ഇപ്പോഴും അധ്വാനിക്കുവാണ്. ആ മനുഷ്യൻ പറഞ്ഞ കണക്ക് ഈ എല്ലാ രീതിയിലും നമുക്ക് അറിയപ്പെടുന്ന കലാകാരന്മാരെല്ലാവരും അവരെ നിരന്തരമായിട്ട് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻ പെർഫെക്റ്റ് അല്ല, തനിക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, തനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ നോക്കാം, നമ്മുടെ യുവരാജാവ് പൃഥ്വിരാജ്, അദ്ദേഹം വന്നപ്പോ എന്തെല്ലാം വിമർശനങ്ങൾ കേട്ടു.
10 വർഷങ്ങൾ 8 പടങ്ങൾ പൊട്ടിപ്പോയി എങ്കിൽ സുകുമാരൻ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ് മരിച്ചുപോയത്. അദ്ദേഹം ആ മക്കൾക്ക് കഴിയാനുള്ള ജീവിതാന്ത്യം വരെ കഴിയാനുള്ള ഉണ്ടാക്കിയിട്ടിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പൃഥ്വിരാജിലേക്ക് വന്നു? എന്നിട്ടും എന്തോരം ഹാർഡ് വർക്ക് അയാൾ ചെയ്യുന്നു, എന്തോരം പട്ടിണി കിടന്ന് പട്ടിണിക്കോലമായ ആടുജീവിതത്തിൽ അഭിനയിച്ചു. എന്തിനാണ്? അയാൾക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ? അല്ല, അതൊരു പാഷനാണ്. അതോടൊപ്പം പൈസ ഉണ്ടില്ലെന്നല്ല, അയാൾ എന്തോരം പൈസ കഷ്ടപ്പെട്ട് എമ്പുരാനും ലൂസിഫറും ഒക്കെ റിലീസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാം നമ്മളുടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെയാണല്ലോ. ഫെറാനയിൽ നടക്കുന്ന പൃഥ്വിരാജ്, ബെൻസിൽ നടക്കുന്ന മമ്മൂക്ക, പിന്നെ പജീറോയിൽ നടക്കുന്ന ലാലേട്ടൻ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഐഡിയൽ എന്ന് പറയുന്നത്. ഗ്ലാസ് ഹൗസുകൾ. മലയാളികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുക. അധ്വാനിക്കുന്നവർ മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് 1000 രൂപയ്ക്ക് ഒരിക്കലും 1 കോടി വീട് നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടുന്ന വീട് ഇതുപോലെ കണ്ടവന് 10 കോടി 100 കോടിയും വെറുതെ കിട്ടാനുള്ള വഴികൾ മാത്രം ആയിത്തീരുന്നതാണ്.